പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് DC ടു DC കൺവെർട്ടറാണ്. ഇത് സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടറാണ്, അതായത് ബക്ക് കൺവെർട്ടർ. അതായത് ഇൻപുട്ടിൽ നിന്ന് നമ്മൾക്ക് ഏത് വോൾട്ടേജാണോ ഔട്ട്പുട്ടിൽ വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇത് നമ്മൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 500 തൊട്ട് ഏകദേശം 600 രൂപ വരെയാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ റേറ്റിങ്സ് നമ്മൾ നോക്കാം. ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 300 വാട്ട്സ് ആണ്. അതേപോലെ തന്നെ ഇൻപുട്ട് കൊടുക്കേണ്ടത് 5 വോൾട്ട് തൊട്ട് 40 വോൾട്ട് വരെ നമുക്ക് ഇതിന് ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഇൻപുട്ട് ഈ ആദ്യത്തെ 2 പോയിൻറ്റുകളാണ്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് നമ്മൾക്ക് ഒരു 1.5 തൊട്ട് 35 വോൾട്ട് വരെ നമ്മൾക്ക് ഔട്ട്പുട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പം സോളാറിന് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇൻപുട്ട് ഇവിടെ സോളാർ കൊടുക്കുന്നു, ഒന്ന് ബാറ്ററി പോകുന്നു, ഒന്ന് ലോഡിലോട്ട് പോകുന്നു. ഒരു ഡയോഡ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡയോഡ് വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ LED എപ്പോഴും ഓണായിട്ടിരിക്കും ബാറ്ററി കണക്ട് ചെയ്തിടുകയാണെങ്കിൽ. ഇതിൽ നമ്മൾക്ക് വോൾട്ടേജും സെറ്റ് ചെയ്യാം, കറണ്ടും സെറ്റ് ചെയ്യാം. CC ഉണ്ട്, CB ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് നമ്മൾക്ക് ഏതാണോ ഔട്ട്പുട്ട് വോൾട്ടേജ് വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് 300 വാട്ട്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾക്കൊരു 8 ആംസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏത് കറണ്ടിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതൽ കറണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഇത് കട്ട് ഓഫായി പോകുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് പവർ സപ്ലൈ ഒക്കെ വാങ്ങേണ്ടതായിട്ട്, പവർ സപ്ലൈക്കൊക്കെ ഒരുപാട് വില വരും. അപ്പോൾ പവർ സപ്ലൈ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ്. നിങ്ങൾക്ക് ഇതിനൊരു 30 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമർ, 30 വോൾട്ട് 4 ആംസ് അല്ലെങ്കിൽ 5 ആംസിൻ്റെ ഒരു ട്രാൻസ്ഫോമർ കൊടുക്കുക, അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ സെൻറ്റർ ടാപ്പുള്ള ട്രാൻസ്ഫോമർ വാങ്ങിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ടാപ്പ് എടുക്കാതെ 24 വോൾട്ട് ഇതിന് കൊടുത്തതിന് ശേഷം ഔട്ട്പുട്ട് നമ്മൾക്ക് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം 2 കൺട്രോൾസ് കൊടുക്കുക, വോൾട്ടേജും കറണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. ആ രീതിയിൽ നമ്മൾക്ക് പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സർക്യൂട്ട് ബോർഡാണിത്. ഇപ്പോഴും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സോളാറിന് വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഇൻപുട്ട്. ആദ്യത്തെ പോസിറ്റീവും, നടുക്കത്തെ 2 നെഗറ്റീവും, അതേപോലെ തന്നെ അവസാനത്തത് ഔട്ടും. അപ്പോഴിവിടെ സോളാർ ഞാൻ വെളിയിൽ നിന്ന് സോളാറിൻ്റെ പവർ സപ്ലൈ കൊണ്ടുവന്നിട്ടുണ്ട്. സോളാറിൻ്റെ പവർ സപ്ലൈ നമുക്ക് 22 വോൾട്ട് കിട്ടുന്നുണ്ട്. വളരെ സിമ്പിളാണ് കണക്ഷനൊക്കെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ രീതിയിലുള്ള ബോക്സോ എന്തെങ്കിലും ഒരു ചെറിയ ബോക്സിൽ ഇത് ഫിറ്റ് ചെയ്താൽ മതി. നമ്മൾക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിച്ച് നമ്മൾക്ക് ഈ സോളാർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾക്കൊരു 14.5 വോൾട്ടിലോട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്തതിന് ശേഷം 14.5 വോൾട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററിയൊക്കെ ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഞാൻ 15 വോൾട്ടിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഡയോഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ കുറച്ച് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ബാറ്ററി ഇന്ന് പെട്ടെന്ന് തന്നെ ചാർജായി കിട്ടും. ബാറ്ററി കുറച്ച് വീക്കാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു 14.5 സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സോളാർ പാനൽ നിങ്ങൾ കാൽക്കുലേഷനൊക്കെ വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്കിപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 100 വാട്ട്സിൻ്റെ സോളാർ പാനൽ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് എത്ര AHൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഇപ്പം 100 വാട്ടിൻ്റെ സോളാർ പാനലിൻ്റെ പകുതി എന്ന് പറയുന്നത് 50 AH ആണ്. അതിൻ്റെ താഴെ അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററി ഏതാണോ അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 7 AHൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 7 AH എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 14 ആയിരിക്കും. 14 പാനൽ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 20 വാട്ട്സിൻ്റെ പാനൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത്ര സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. വേറെ അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴേത് ലൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വോൾട്ടേജ് കൂടുന്നത്, കുറയുന്നത്. ഇപ്പോൾ നമ്മൾക്കൊരു 12 വോൾട്ട്, നിങ്ങൾക്ക് എത്ര വോൾട്ടാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം കറണ്ടും. ഇപ്പോൾ നിങ്ങളൊരു ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ഇത് കട്ട് ഓഫ് ആകുന്നത് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ട് ഓഫ് ആകുന്നത് വരെ നിങ്ങൾ ഇത് കറണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 ടേൺസ് കുറയ്ക്കുക.
അതായത് കട്ട് ഓഫ് നിങ്ങൾക്ക് ഇപ്പോൾ 2 ആംസ് വേണമെങ്കിൽ കൃത്യം 2 ആംസിൽ ഇത് കട്ട് ഓഫ് ആവും. അപ്പോൾ അതിനു മുമ്പേ ഒരു 2.2 ആംസിൽ വരത്തക്ക രീതിയിൽ ഇതൊന്ന് ലൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇലക്ട്രോണിക്സ് ഹോബി വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള പവർ സപ്ലൈ നമുക്ക് ഇതിനകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾക്ക് ജസ്റ്റ് ഒരു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു 12 വോൾട്ടിൻ്റെ സെൻറ്റർ ടാപ്പുള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 24 വോൾട്ട് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ഔട്ട്പുട്ട് നമുക്ക് ഏത് വോൾട്ടേജ് വരെ, അതായത് 1.2 വോൾട്ട് തൊട്ട് നമ്മൾക്കൊരു 35 വോൾട്ട് വരെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കറണ്ട് റേറ്റിംഗ് നമ്മൾക്കൊരു മാക്സിമം 9 ആംസ് 8 ആംസ് അതേപോലെ 5 ആംസ് ഒക്കെ സുഖമായിട്ട് എടുക്കും. മാക്സിമം ലോഡ് കൊടുക്കുമ്പോഴേക്കും ഇതിന് ഹീറ്റ് സിങ്കിന് ഫാൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഇതിനകത്ത് നിന്നൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വില കുറച്ചൊക്കെ കിട്ടാൻ വേണ്ടി വേറെ വെബ്സൈറ്റുകളുണ്ട്. എക്സ്പ്ലൂമ എന്നുള്ള സൈറ്റുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്.